അള്ളാഹുവിലേക്ക് ഒരു അടിമയെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന ഒരു പുണ്യ ഇബാദത്താണ്, പ്രവർത്തനമാണ് ദിക്ർ. ദിക്ർ ചൊല്ലുന്നവർക്ക് സമാധാനവും സംതൃപ്തിയും എവിടെയായാലും അള്ളാഹുവിൻ്റെ കാവലും ലഭിക്കും. അള്ളാഹു പറഞ്ഞത് ഓർത്തുകൊണ്ടേയിരിക്കാം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അല ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്. അറിയുക, അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട്, അഥവാ ദിക്ർ ചൊല്ലൽ, ഖുർആൻ ഓതൽ, നിസ്കാരം എന്നിവയിലൊക്കെയും മനഃശാന്തി, ആത്മശാന്തി ലഭിക്കും, ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കും എന്ന്. ഫദ്കുറൂനി അദ്കുർക്കും. എന്നെ നിങ്ങൾ ഓർക്കുക, ഞാൻ നിങ്ങളെയും ഓർക്കും. ദിക്ർ വിജയത്തിന് കാരണമാണ്. ദിക്ർ ചൊല്ലുന്നവർ ഇഹത്തിലും പരത്തിലും വിജയിക്കും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്: വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ അള്ളാഹുവിന് ധാരാളമായി ദിക്ർ ചൊല്ലുക, എന്നാൽ നിങ്ങൾക്ക് വിജയികളാകാം. അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നവരും ദിക്റിനെ തൊട്ട് അശ്രദ്ധരാകുന്നവരും തമ്മിലുള്ള വ്യത്യാസം ഉണങ്ങിയ വൃക്ഷങ്ങൾക്കിടയിലെ പച്ച മരം പോലെയാണ്. ദിക്ർ ചൊല്ലുന്ന ആളുകൾ എപ്പോഴും പച്ചപ്പ്, പ്രകൃതിയിലെ മനോഹരമായൊരു പച്ചപ്പ് നിലനിർത്തുന്നതുപോലെ, പച്ചവൃക്ഷങ്ങൾ പച്ചപ്പ് നിലനിർത്തുന്നതുപോലെ ദിക്ർ കൊണ്ട് സമ്പന്നമായ ആളുകൾ അവർ ഒരു പച്ചവൃക്ഷം പോലെയാണ്. എപ്പോഴും ആത്മീയമായും വലിയ ഔന്നിത്യത്തിലും അവർക്ക് എപ്പോഴും ഹരിതാപമായി നിലനിൽക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ദിക്റിനേക്കാൾ അവൻ്റെ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന മറ്റൊരു പ്രവൃത്തിയുമില്ല. നിന്റെ നാവ് ദിക്ർ ചൊല്ലുന്നതായ അവസ്ഥയിൽ നീ പ്രഭാതത്തിലാവുകയും പ്രദോഷത്തിലാവുകയും ചെയ്യുക. എന്നാൽ നിന്റെ പ്രഭാതവും പ്രദോഷവും യാതൊരു കുറവുമില്ലാത്ത നിലയിലാവും. അള്ളാഹുവിൻ്റെ നിഴലില്ലാത്ത, മറ്റൊരു തണലുമില്ലാത്ത നാൾ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു അവൻ്റെ അർശിൻ്റെ നിഴലിട്ട് തണലിട്ട് കൊടുക്കും. അതിലൊന്ന്, ഏകാന്തനായി ഇരിക്കുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുകയും അവനോടുള്ള ഭയഭക്തിയാൽ, തഖ്വയാൽ കണ്ണീരൊഴുക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്. ദിക്ർ 2 വിധത്തിലുണ്ട്. ഒന്ന്, മനസ്സിൽ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലലാണ്, സ്മരിക്കലാണ്. അതിൻ്റെ പ്രതിഫലം അതിമഹത്തരമാണ്. എന്നാൽ അതിനേക്കാൾ മഹത്തരമാണ് അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിലെത്തുമ്പോൾ അവനെ സ്മരിച്ച് ഒഴിയൽ. അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യത്തിലേക്ക് അടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് വിട്ടുനിൽക്കുക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്. അതൊരു വല്ലാത്ത ദിക്റാണ്. ദിക്ർ ചൊല്ലുന്നവർ ദാഹിച്ചവശനായ അവസ്ഥയിൽ മരണപ്പെടുകയില്ല. ഭൂമിയിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന വീടുകളെ ആകാശത്തിലുള്ളവർ നക്ഷത്രത്തെ കാണുന്നതാണ് എന്ന് യഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. എന്നെ സ്മരിക്കുന്നതിനെ തൊട്ട് വല്ലവനും തിരിഞ്ഞു കളഞ്ഞാൽ അവന് ഇടുങ്ങിയ ജീവിതമുണ്ട്. സമാധാന സങ്കേതമാകുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും.